Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Lerin Davis, your physics master teacher, and ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ +1 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ ഓമനത്തോടെ വിളിക്കുന്ന മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ യെസ്, അപ്പം അതിൽ നമ്മൾ ചാപ്റ്റർ ഒക്കെ നല്ല രീതിക്ക് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് സെഷൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. വേദാന്തു എന്നുള്ളൊരു ബ്രാൻഡ് മലയാളത്തിൽ തുടങ്ങിയത് പലർക്കും അറിയത്തില്ലായിരുന്നു. സോ നിങ്ങൾ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെല്ലാം താങ്ക് യു സോ മച്ച്. സോ അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മളൊരു 15 days ചാലഞ്ച് കുട്ടികൾക്ക് എത്രയൊക്കെ അടിപൊളിയാക്കിയിട്ട് കൊടുക്കാവോ അത്രയും അടിപൊളിയാക്കിയിട്ട് 15 days എന്തായാലും ഒരു കുട്ടി ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നേരെ നമ്മുടെ ചാനലിൽ വന്ന് അത് ഉണ്ടായിരിക്കണം. അതായിരുന്നു നമ്മുടെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ലക്ഷ്യം. സോ യെസ്, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമ്മൾ ടോപ്പിക്കിലോട്ട് പോവാണ്. ബിഫോർ ദാറ്റ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. കാരണം എന്താണെങ്കിൽ നമുക്ക് നമ്മുടെ നോട്ട്സും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇടുന്നത് ടെലഗ്രാമിൽ. അപ്പം ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, യെസ്, നമ്മൾ നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Using a velocity time graph, derive the relation v square minus u square is equal to 2ax എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ചാപ്റ്റർ എടുത്ത സമയത്ത് നമ്മളിത് ഫുള്ള് ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ 2 ടൈപ്പിൽ നമ്മളിത് ഡിറൈവ് ചെയ്തതാണ്. സോ ബേസിക് ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് നോളജ്, അതായത് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ ഒരു ഇക്വേഷനിലോട്ട് റിലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് വരുമ്പം ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, ഏരിയ അണ്ടർ വി ടി കർവ്. ഏരിയ അണ്ടർ വി ടി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ പഠിച്ച കാര്യം അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എ ബി ഡി ഒ. സോ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഏരിയ അണ്ടർ വി ടി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ്. ഇനി അടുത്തത് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ഒന്നുകിൽ നമുക്ക് ഇതിന് 2 രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലെ? ഒന്നുകിൽ നമുക്കിത് ട്രപ്പീസി ആയിട്ട്, അതായത് എ ബി ഡി ഒ എന്ന് പറയുന്ന ട്രപ്പീസി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതർവൈസ് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, ദാ നേരെ ഇവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ആരെയും കിട്ടും? യെസ്, ഒരു റെക്ടാങ്കിളും കിട്ടും. അപ്പം അതുമായിട്ട് നമുക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? യെസ്, എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഒ എ പ്ലസ് ബി ഡി ഇൻറ്റു ഒ ഡി ആണ് ചെയ്തിരിക്കുന്നത്. അതപ്പം എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? യെസ്, ഓഫ് കോഴ്സ് ട്രപ്പീസി ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. സോ നമ്മളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രപ്പീസിയത്തിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? യെസ്, നമ്മുടെ പാരലൽ ആയിട്ടുള്ള 2 സൈഡ്സിന്റെയും ലെങ്ത്, ഓക്കെ, ഡിവൈഡഡ് ബൈ 2. അതായത് പാരലൽ ആയിട്ടുള്ള സൈഡ്സിന്റെ 2ന്റെയും സമ്മ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ 2 സൈഡ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് സൈഡ് അല്ലെ? അതായത് അവിടെ ലെങ്ത് വരും എത്രയായിരിക്കും? യു ആയിരിക്കും. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിലോ ദിസ് ഇസ് സിംപ്ലി വി ആണ്. സോ നമുക്ക് എഴുതാം യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി ഇൻറ്റു ഇവർ തമ്മിലുള്ള സെപ്പറേഷനാണ് ചോദിച്ചിട്ടുള്ള. ആ സെപ്പറേഷൻ എത്രയാണ്? യെസ്, ദിസ് ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ടി ആണ്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? യെസ്, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അറിയാം അല്ലേ? നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി, അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയതാ. സോ അവിടെ നിന്ന് നമ്മൾ ആരെ കണ്ടുപിടിച്ചു? യെസ്, ടിക്ക് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സോ ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ ഈ ഒരു ഇക്വേഷൻ, അതായത് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് യു പ്ലസ് വി ഇൻറ്റു ടി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ആരെ വെച്ചു? ഈ ടിക്ക് പകരം വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്ന് വെച്ചു. സോ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ റിസൾട്ട് എന്ത് കിട്ടും? യെസ്, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2as എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ അല്ല? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 35 meter per second is about to stop with a distance of 200 meter. How long does it take for the car to stop? ഇത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സെഷൻ കണ്ടവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു സെഷനിൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2019-20 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. സോ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു
നമ്മളൊരു ഇക്വേഷൻ എടുത്ത് ഏതാണ് v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു. അതെന്തിനാണ്? ഫസ്റ്റ് തന്നെ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡീസലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? ഒബ്വിയസ്ലി 0 ആണ്. അപ്പോൾ നമ്മൾ അവിടെ 0 കൊടുത്തു. ദെൻ u ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 35 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, പ്ലസ് കൊടുത്തു, ഇനി അടുത്ത് 2 കൊടുത്തു, എ നമുക്ക് അറിയത്തില്ല, അൺനോൺ ആണ്, ഇൻറ്റു എസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? യെസ്, 200 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആക്സലറേഷൻ ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കും. സോ ആക്സലറേഷന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? -3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? യെസ്, ഇത് ഈ എത്ര നേരം കൊണ്ടായിരിക്കും ഇത് സ്റ്റോപ്പ് ആവുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എഗെയിൻ നമ്മൾ ആരെ എടുത്തു? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തു. ദാറ്റ് ഇസ് v is equal to u plus at എന്നുള്ള ഇക്വേഷൻ ആണ് എടുത്തത്. അവിടെ നിന്ന് നമ്മൾ t കണ്ടുപിടിക്കുക. ഓക്കെ, ടിന്റെ ഇക്വേഷൻ എന്ത് വരും? അപ്പം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും v minus u divided by a എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. യുവിന്റെ വാല്യൂ എത്രയാണ്? 35 ആണ്. സോ ഡിവൈഡഡ് ബൈ ആക്സലറേഷന്റെ വാല്യൂ എത്രയാണ്? -3.06 ആണ്. സോ നമുക്ക് ടൈം കിട്ടി എത്രയാണ്? 11.43 സെക്കൻഡ്സ് എന്നുള്ളത് നമുക്ക് കിട്ടി. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലും യൂണിറ്റ് കൺവേർഷൻ ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ആദ്യം തന്നെ എഴുതി വെക്കുക. ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് അടുത്തത് നമുക്ക് ഫൈനലി റിസൾട്ട് എന്താണ്? നമുക്ക് ടൈമാണ് വേണ്ടത് അല്ലേ? എത്ര ടൈം കൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. സോ ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസിലോട്ട് ആദ്യം തന്നെ എത്താം. അപ്പം നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇക്വേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി യെസ്. Okay, so using a suitable velocity time graph, derive the relation s is equal to ut plus half at square. ഇതും നമ്മൾ സെഷനിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്നതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അഗെയിൻ നമ്മുടെ ഈ സെയിം ഗ്രാഫ് എടുത്തു, അതായത് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു. ദെൻ ലേറ്റർ നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഇതിനെ ട്രപ്പീസിയം ആയിട്ട് കൺസിഡർ ചെയ്തു. സോ അതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടിയത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, വിക്ക് നമ്മൾ u plus 80 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, v is equal to u plus 80. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തത്? ടിക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്നുള്ള ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിലോ ഇവിടെ നമ്മൾ നേരെ വിക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. സോ വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. എ പ്ലെയർ ത്രോസ് എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ്. ഓക്കെ, ഒരു ആള് എന്ത് ചെയ്യുവാണ്? ബോൾ മുകളിലോട്ട് എറിയുവാണ്. വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ? സോ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് മോഷൻ വെലോസിറ്റി എന്തായിരിക്കും? ഏറ്റവും ടോപ്പ് പോയിന്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്താണ്? വെലോസിറ്റി 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ഓഫ് ദ ബോൾ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? യെസ്, ആക്സലറേഷൻ ഓഫ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, അതായത് ജിക്ക് ഈക്വലന്റ് ആയിരിക്കും. സോ നമ്മുടെ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദി ഹയസ്റ്റ് point of its motion. So നമുക്ക് പറയാം വെലോസിറ്റി എന്താണ്? 0 ആണ്. ആക്സലറേഷൻ എന്തിന് ഈക്വൽ ആയിട്ട് വരും? നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിട്ട് വരും. The position time graph of an object is shown below. Okay, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്ക് പൊസിഷനും ടൈമും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? Draw a velocity time graph and find its total displacement എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇവിടെ നിന്ന് ഓരോ പോയിന്റിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രാഫ് അല്ല കേട്ടോ, ഇങ്ങനെയല്ല വരിക. യെസ്, ഓക്കെ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്ലിയർ? യെസ്, ഇവിടെ ടൈം ആയിരിക്കും. ഓക്കെ അല്ലേ? സോ അങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ഓരോ പോയിന്റിലിട്ടും അത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്കും കൂടെ ഉണ്ട്. അതായത് ഓക്കെ, യെസ്, ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത്? കാരണം എന്താണ്? യെസ്, ഇവിടേക്ക് പോകുമ്പോഴത്തേനും നെഗറ്റീവ് ആണ് വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഇത് വരുന്നത്. ഈ ബ്ലാക്ക് ഇല്ല കേട്ടോ, ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്ലൈഡ് പ്ലേ ചെയ്യുമ്പോൾ വരുന്ന ഒരു എറർ ആണ്. സോ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത്? യെസ്, സിമ്പിൾ ആണ്. നമ്മുടെ വെലോസിറ്റി ഓക്കെ, നമ്മൾ വെലോസിറ്റി ഇങ്ങനെ വരച്ചു.
നമ്മുടെ y ആക്സിസിൽ വരച്ചു, ദാ നമ്മുടെ ടൈം നമ്മൾ x ആക്സിസിലും വരച്ചു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത്? ദാ ഇങ്ങനെ വന്ന് നെഗറ്റീവിലോട്ട് പോയി ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നത് കേട്ടോ. ഓക്കെ, സോ യെസ്, അപ്പം അതാണ് നമ്മുടെ ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നമുക്കിപ്പം വി ടി ഗ്രാഫ് കിട്ടിയില്ലേ? ഇപ്പം വി ടി ഗ്രാഫിന്റെ എന്താ പറയാ, അണ്ടറിലുള്ള ആ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി. സോ ആ ഏരിയ എന്തായിരിക്കും? 2 × 3 അതുപോലെ തന്നെ, അതായത് നമ്മൾ 2 റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇത് ഓക്കെ, ഒന്നുകൂടെ ഞാൻ വരച്ചേക്കാം. സോ ഇവിടെ വരുന്നത് 2 ആണ്, ദെൻ ദാ ഇവിടെ വരുമ്പോഴത്തേനും 3 ആയി, ഇവിടെ പോകുമ്പോഴത്തേനും -3 ആയി. സോ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, 2 × 3 - 3 × 2 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? ഫൈനലായിട്ട് 0 ആയിട്ട് നമുക്ക് വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. Hambala is at a distance of 200 kilometers from Delhi. Okay, Ram sets out from Ambala at speed of 60 km/h and Sham set out the same time from Delhi at a speed of 40 km/h. When will they meet? സോ ഇവിടെ നമ്മൾ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് ആണ് വരുന്നത്. സോ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുവാണ്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, 60 + 40 നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 km/h കിട്ടും റിലേറ്റീവ് വെലോസിറ്റി. ഇനി റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തിട്ടുള്ള നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 200 km ആണ്. സോ ടൈം ടേക്കൺ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ആ റിലേറ്റീവ് വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് 200 / 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 hours. യൂണിറ്റ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള km/h. സോ നമുക്ക് ടൈം കിട്ടുമ്പോൾ സെക്കൻഡിലല്ല. നമുക്കൊരു കോമൺ ടെൻഡൻസി ആണ് സെക്കൻഡ് എഴുതാനായിട്ട് ടൈമിന്റെ കൂടെ, പക്ഷെ ഇവിടെ കൃത്യമായിട്ട് നോക്കണം അവറിലാണ്. ഇനി നിങ്ങൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള കൺവേർഷൻ ചെയ്തിട്ട് വേണം. 2 seconds എന്ന് ഒരിക്കലും എഴുതരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ്. Draw the position time graph of 2 objects initially occupying different position but have 0 relative velocity. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രാഫ് വന്നിട്ടുള്ളത്. പൊസിഷനും ടൈമും നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഡിഫറെന്റ് പൊസിഷൻ ആണ് ബട്ട് ഹാവിങ് 0 വെലോസിറ്റി. അപ്പം എന്താണ്? ഒരേ എന്താ പറയുക, ഒരേ ഡയറക്ഷനിലോട്ട് പോകണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടി 2 ഒബ്ജക്ട്സ് ഡിഫറെന്റ് പൊസിഷൻ ആണ്. സോ ഡിഫറെന്റ് പൊസിഷനിൽ നിന്ന് അത് പോകുന്നു. Derive the expression for the time taken by a body dropped from a height h to reach to the earth. ഇതും നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ s = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ s ന് പകരം h എന്ന് കൊടുക്കുന്നു, ഹൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടി ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് × t + ½. ഇവിടെ ആക്സിലറേഷന് പകരം എന്തായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, gt². സോ ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ഇക്വേഷൻ കിട്ടും, ദാറ്റ് ഈസ് √2h/g എന്നുള്ള ഇക്വേഷൻ കിട്ടും. നമ്മളത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. Okay, a ball is thrown vertically upward with a velocity of 20 m/s. Okay, മുകളിലോട്ട് ഒരു വെലോസിറ്റി 20 m/s ഇട്ടേക്കുവാണ്. It takes 4 seconds to return its to original position. അതായത് പോയിട്ട് തിരിച്ചു വരാൻ എടുത്ത സമയമാണ് 4 seconds എന്ന് പറയുന്നത്. Draw a velocity time graph for the motion of the ball. Okay, സിമ്പിൾ ആണ്. എന്താണ്? യെസ്, മുകളിലോട്ട് പോയി 20 m/s ആണ് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതും വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ്. ദെൻ അഗെയിൻ 4 secondsനുള്ളിൽ, അതായത് 4 seconds കഴിയുമ്പോഴത്തേനും എന്തായും അത് എവിടെ നിന്നാണോ പോയത് അതേ പൊസിഷനിലോട്ട് വരുന്നു. സോ നമ്മുടെ പൊസിഷൻ ടൈം നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. A ball thrown upward reaches a height and comes back downward. Out of the following statement, which one is true for displacement, velocity and acceleration? So yes, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? D ആണ് പറയുന്നത്. It only changes the sign when the ball is at the top. യെസ്, അപ്പം അത് കറക്റ്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ കറക്റ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്ത് എന്താണ്? യെസ്, ബി നോക്കാം. ഇറ്റ് വാരീസ് കണ്ടിന്യൂസ്ലി വിത്ത് മാക്സിമം ഇൻ ദ ബിഗിനിങ് ബീയിങ് 0 at the top. അതെന്താണ്? യെസ്, ഓഫ് കോഴ്സ് വെലോസിറ്റി ആണ്. നമ്മൾ ഓൾറെഡി ഇപ്പം പറയും കൂടെ ചെയ്തായിരുന്നു അല്ലേ? യെസ്, അപ്പം നമുക്ക് അതിന്റെ ആൻസറും കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഏതാ വരുന്നത്? ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി Yes, it remains constant throughout the course of the journey. That means അവിടെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്? യെസ്, നമ്മുടെ ആക്സിലറേഷൻ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സി ആക്സിലറേഷൻ ആണ്, ആൻഡ് ബി എന്താണ്? വെലോസിറ്റി ആണ്, ആൻഡ് നമ്മുടെ ഡി ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്നതാണ് നമ്മുടെ എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 questions നമ്മൾ കവർ ചെയ്തു. സോ ഇതുവരെയും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ
ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം, നമുക്ക് എന്തായാലും പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 15 ഡേയ്സിനുള്ളിൽ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, യെസ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കണം. സോ എഗെയിൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ നിങ്ങളുടെ ഫീഡ്ബാക്സ് നമ്മൾ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണം, എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ്, അത് കൃത്യമായിട്ട് ഞങ്ങൾ അറിയിക്കുക. ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.